ഹായ് കുട്ടികളെ, ഞാൻ ടീച്ചർ. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം കൂടുതലുള്ള ഒരു വിഷയമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുൻപ് ഡോക്ടർ ബിട്ടു ഹായ് കൂട്ടുകാരെ, ഞാൻ ഡോക്ടർ ബിട്ടു. നിങ്ങൾ കുട്ടികൾ വികസിപ്പിക്കേണ്ട മറ്റു അടിസ്ഥാന ശുചിത്വ ദിനചര്യകളെ പറ്റി പറയാം. ദിവസത്തിൽ 2 തവണ പല്ല് ബ്രഷ് ചെയ്യുക, പതിവായി കുളിക്കുക, പതിവായി മുടി കഴുകുക, ദിവസവും വൃത്തിയും വെടുപ്പുമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, അവരവരുടെ മുറികൾ വൃത്തിയായി സൂക്ഷിക്കുക, എപ്പോഴും ഉപയോഗശേഷം ടോയ്ലറ്റുകൾ ഫ്ലഷ് ചെയ്യുക, വളരുന്നതിനനുസരിച്ച് നഖങ്ങൾ മുറിക്കുക, നഖങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കുട്ടികൾ ശ്രദ്ധിച്ചല്ലോ. ഇതൊക്കെ ദിവസവും ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ടീച്ചറുടെ ക്ലാസ്സിലേക്ക് പോയാലോ? ഹായ് മക്കളെ, അപ്പോ നിങ്ങൾ ഡോക്ടർ ബിട്ടു പറഞ്ഞത് കേട്ടില്ലേ? എല്ലാവരും അത് ശ്രദ്ധിക്കണേ. നമ്മൾ ഇന്നൊരു ഒരു ഫിഷിനെ കളർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം 2 ഡോട്ട് നമ്മൾ കളർ ചെയ്തു. അതെന്താ? അത് ഫിഷ് ആയതുകൊണ്ട് എന്താണ്? വാട്ടർ ബബിൾസ് ആണ്. അപ്പോൾ നമ്മളതൊരു ഫിഷ് വാട്ടറിലല്ല ഉണ്ടാവുക. അപ്പോൾ വാട്ടറിൽ ബബിൾസ് ഉണ്ടാകുമ്പോൾ നമ്മളൊരു ബ്ലൂ കളർ കൊടുത്തു. പിന്നെ നമ്മൾ ഇഷ്ടമുള്ള കളറ് ഒരു റെയിൻബോ ഫിഷ് ആക്കാം അല്ലെ നമുക്കിതിനെ. നമ്മളങ്ങനെ ഫസ്റ്റ് ഓറഞ്ച് കളർ കൊടുത്തു. ഓറഞ്ച് കളർ കണ്ടോ? അത് നമ്മളതിൻ്റെ വാഭാഗം വരുന്ന ഒരു തലഭാഗത്താണ് ഓറഞ്ച് കളർ കൊടുത്തത്. നമ്മളിപ്പോൾ എടുത്ത കളർ ഏതാ? റെഡ്. അപ്പോൾ റെഡ് കളർ നമ്മൾ അതിൻ്റെ വാലിന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ടെയിൽ ഏരിയയിൽ നമ്മൾ റെഡ് കളർ കൊടുത്തു. കണ്ടോ? നമ്മൾ കളർ കൊടുക്കുമ്പോൾ പറഞ്ഞത് ഓർമ്മയില്ല എല്ലാവർക്കും? എല്ലാ ഭാഗത്തും നല്ല വൃത്തിയിൽ കൊടുക്കാൻ നോക്കുക. ഇതിപ്പം ബോർഡർ കുറച്ച് ബോൾഡ് ആയതുകൊണ്ടാണ് ടീച്ചർ ആദ്യം ബോർഡർ ചെയ്യാണ്ട് കളർ കൊടുത്തത്. ഇനി നമുക്കൊരു യെല്ലോ കളർ വെച്ചിട്ട് നല്ല ഒരു ഡാർക്കൻ ചെയ്ത് നല്ല വൃത്തിയിൽ നമുക്ക് യെല്ലോ കളറും കൂടി നമ്മൾ പെയിൻറ്റ് ചെയ്തു. ഓക്കെ, ഗുഡ്. മക്കൾക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് കളർ ചെയ്യാൻ അറിയില്ലേ? നമ്മളിപ്പോൾ എടുത്ത കളറിൻ്റെ പേരെന്താ? പുതിയ കളറിൻ്റെ പേരെന്താ? വയലറ്റ്. ഗുഡ് ഗേൾസ്, ഗുഡ്. അപ്പോൾ നമ്മൾ വയലറ്റ് കളറും നല്ല വൃത്തിയിൽ എടുത്തു. വയലറ്റ് കളറിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ഗ്രേപ്സിന് കൊടുക്കുമ്പോഴും ഏകദേശം ഒരു വയലറ്റ് കളറല്ലേ കൊടുത്തതൊക്കെ. ഗുഡ്. അപ്പം എല്ലാവരും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? നമ്മളൊന്ന് നല്ല വൃത്തിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കളറൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ഗ്രീൻ കളറാണ്, ഡാർക്ക് ഗ്രീൻ കളർ. അതിൻ്റെ 2 സൈഡ് നമ്മൾ ചിറക് എന്ന് പറയാൻ പറ്റുമോ? ഒരു ടെയിൽ പോർഷനാണ് നമ്മൾ ഫിഷ് അതിൻ്റെ ആ ഒരു ടെയിൽ പോലത്തുള്ള ആ ഒരു പൊസിഷനിൽ നമ്മൾ കൊടുത്തത് ഡാർക്ക് ഗ്രീൻ കളർ. സോ നമ്മൾ നെക്സ്റ്റ് നമ്മളൊരു റെയിൻബോ നല്ലൊരു കളർഫുൾ മിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ ഫിഷിനെ കളർ ചെയ്യുന്നത്. നമ്മളിപ്പം പിങ്ക് കളറാണ് കൊടുത്തോണ്ടുള്ളത്. പിങ്ക് കളർ നല്ല രസമുണ്ടല്ലേ? ഓക്കെ, ഗ്രേറ്റ്. നമുക്കിനി നെക്സ്റ്റ് ഏത് കളർ കൊടുക്കാം? നമുക്കൊരു ലൈറ്റ് ബ്ലൂ രസം ഉണ്ടാവില്ലല്ലോ. സോ നമ്മൾ ഡാർക്ക് ബ്ലൂ, ഇൻഡിഗോ കളറാണ് നമ്മൾ എവിടെ ഇൻ ബിറ്റ്വീൻ വയലറ്റ് ആൻഡ് യെല്ലോൻ്റെയും വയലറ്റിൻ്റെയും ഇടയിൽ നമ്മൾ ഇൻഡിഗോ കളറാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ കളർ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഏതൊക്കെ കളർ ഇതിൽ യൂസ് ചെയ്തു? ഏതൊക്കെ കളറാണെന്ന് നമുക്ക് പറയാം. ബ്ലൂ, ഓറഞ്ച്, പിങ്ക്, വയലറ്റ്, ഇൻഡിഗോ, യെല്ലോ, റെഡ് ആൻഡ് വിച്ച് കളർ ഈസ് ദാറ്റ്? നമ്മൾ ആ ഒരു വാലിന് കൊടുത്തത്, അതിന് നമ്മൾ കൊടുത്തത് ഡാർക്ക് ഗ്രീൻ കളർ. അപ്പോൾ മക്കൾക്ക് എല്ലാ കളേഴ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ? അതുപോലെ നല്ല വൃത്തിയിൽ കളർ ചെയ്യാനും പറ്റുന്നുണ്ടല്ലോ. സോ നല്ല കുട്ടികളാണ്, പെട്ടെന്നെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഗ്രേറ്റ്. സോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും പഠിച്ചതൊന്നും മറക്കാതെ ശ്രദ്ധിക്കണേ. എപ്പോഴും റിവൈസ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ. ഹായ്, ഞാൻ ടീച്ചർ. നമ്മുടെ കുഞ്ഞോമനകൾക്ക് ഇത്തിരി കളികളിലൂടെ ഒത്തിരി അറിവുകൾ പകർന്നു നൽകാൻ ഞാൻ ഇനി തൊട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നന്മയുള്ള മക്കളായി നമ്മുടെ മക്കളെ ഡോക്ടർ ബിട്ടുവിന്റെ സഹായത്തോടു കൂടി